ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചുള്ള ഇന്ന് ഫണ്ടിൻ്റെ കുറവല്ല. പുതിയ പഞ്ചായത്ത് രാജ് സംവിധാനമൊക്കെ വന്നതിന് ശേഷം നിരവധി സ്രോതസ്സിൽ കൂടി നമുക്ക് ധാരാളം പണം ലഭിക്കുന്നുണ്ട്. അത് കാര്യക്ഷമമായിട്ട് ഫലപ്രദമായിട്ട് സമയബന്ധിതമായി ചിലവാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി. ഭരണനിർവഹണത്തിലെ വീഴ്ച. അതിനകത്ത് നമുക്ക് പണം കാര്യക്ഷമമായിട്ട് സമയബന്ധിതമായിട്ട് ചിലവാക്കാൻ കഴിയുന്നില്ലാത്തൊരു സാഹചര്യമാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇപ്പോൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പം നമുക്ക് ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിയുമ്പോൾ ബഡ്ജറ്റ് അനുബന്ധ രേഖകൾ പരിശോധിക്കുമ്പോൾ ബഹുഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഫണ്ട് ലാപ്സാക്കിയതായിട്ടാണ് രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയും നമ്മുടെ ബ്ലോക്ക് പ്രദേശത്ത് വളരെ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഉദ്യോഗസ്ഥന്മാരുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും പോരായ്മകൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ യഥാസമയങ്ങൾ സ്വീകരിച്ച് കൂടുതൽ ഫലപ്രാപ്തിയിൽ എത്തിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടാണ് തലയാണ്ടിനേക്കാൾ കൂടുതൽ തുക ഈ സാമ്പത്തിക വർഷം ചെലവിടാൻ കഴിഞ്ഞതെന്ന് ഞാൻ